ഉലകം വെല്ലാൻ ഉഴലിയ നീയോ വിലപിടിയാതൊരു തലയോടായി ആത്മവിദ്യാലയമേ അവനീലാത്മവിദ്യാലയമേ. ഈ പാട്ട് ഒരിക്കലും അങ്ങേക്ക് മറക്കാൻ പറ്റുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് പിന്നാലെ അനവധി ചിതകൾ എരിഞ്ഞുകൊണ്ട് വിചാരിച്ചതല്ല. പക്ഷേ ഞാനിത് അറിഞ്ഞപ്പോൾ എനിക്ക് ചോദിച്ചോട്ടെ, ഇദ്ദേഹം ഇവിടെ കണ്ട ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം, അതെന്താണ്? ശ്മശാനത്തിലുണ്ടാവില്ല. കേരളത്തിൽ അത്യാവശ്യം കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് ഭദ്രകാളിയാണത്. അതായത് ഇതിനെ അർത്ഥവത്താക്കുന്ന വിധത്തില് നമ്മളുടെ പുരാണത്തിലെ ചൂടല ഭദ്രകാളി എന്ന ഒരു സങ്കല്പം ഈ ഐവർ മഠത്തെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടുതൽ കേൾക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ എന്ന് പറയുമ്പോൾ ഇതാണ്. അതായത് ഈ ചിത ഒരുക്കാൻ ഒരു സ്ഥലം വേണമല്ലോ, ആ സ്ഥലം എവിടെയാണ് അവർ കണ്ടത്? അന്നും ഈ ശ്മശാന ഭൂമി പൊതു ശ്മശാനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതിൽ തന്നെയാണ് അത് ചെയ്തിരുന്നത്. 100-ൽ പരം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ സ്ഥലം ഒരു ഹിന്ദു സമൂഹ ശ്മശാനം എന്നുള്ള നിലയ്ക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് സർക്കാർ ഭൂമി? സർക്കാർ ഭൂമിയല്ല, അത് സർക്കാർ ഭൂമി എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ രജിസ്ട്രേഷൻ കിടക്കുന്നത് ഹിന്ദു സമൂഹ ശ്മശാനം എന്നുള്ള പേരിലാണ്. പക്ഷെ അത് പരിപാലിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പഞ്ചായത്ത് തന്നെയായിരുന്നു. അതാണ് ഇപ്പോഴും അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതിൽ പഞ്ചായത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് സർക്കാർ തലത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ശ്മശാനത്തിന്റെ ഭൂമി എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണ്. അത്രയും സ്ഥലം നമ്മളിപ്പോൾ ഇന്നലെ കണ്ട സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്ന അത്രയും സ്ഥലം ഒരു പൊതു ഇതാണ്. അതിലിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഏജൻസികൾ വന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടി, ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും കൂടി, ഇനിയിപ്പോൾ പുറമേ നിന്നൊരു ടീം അവരൊരു ഡെഡ് ബോഡി ആയിട്ട് കുറച്ച് വിറകും കാര്യങ്ങളായിട്ട് വന്ന് ചെയ്യാൻ അവർ താല്പര്യപ്പെടുകയാണെങ്കിൽ അതിനും ഇവിടെ തടസ്സമില്ല. ബോഡി സംസ്കരിക്കാൻ വരുന്നതിനേക്കാൾ കൂടുതൽ എന്താ വെച്ചാൽ പിതൃകർമ്മം ചെയ്യാനായിട്ട് ഇവിടെ വരുമായിരുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ ഈ പുഴയുടെ തീരം ഒന്ന് ഭാരതം പുഴ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് കൂടാണ്ട് ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം, അതിനോട് ചേർന്നുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ എന്താ പറയുക, കൗരവന്മാരുമായിട്ട് ഉണ്ടായിരുന്ന ധർമാധർമ്മ യുദ്ധത്തിന് ശേഷം സ്വന്തം സഹോദരന്മാരെയും അമ്മാവന്മാരെയും ഗുരുജനങ്ങളെയൊക്കെ വധിച്ചതിന് ഒരു പ്രായശ്ചിത്ത കർമ്മം ചെയ്യാൻ, പിതൃകർമ്മം ചെയ്ത് സായുജ്യം കൊടുക്കാനായിട്ട് ഒരു കേന്ദ്രം അന്വേഷിച്ച് നടന്ന് എവിടെയും സാധിക്കാതെ കണ്ട് ഇവിടെ ഐവർമഠം തീരത്ത് വന്ന് ചെയ്തപ്പോഴാണ് അവർക്ക് മോക്ഷം കിട്ടിയെന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. അത് ഏത് പുരാണത്തിലുള്ളതാണെന്ന് ചോദിക്കരുത്, അത് അങ്ങനെയൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ആ ഒരു വിശ്വാസം അങ്ങനെയാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ കർക്കിടകം മാസത്തിലും തുലാമാസത്തിൽ വാവ് ബലിയിടാനായിട്ട് ധാരാളം ആളുകളോട് വരുമായിരുന്നു ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വന്നതിൻ്റെ ഭാഗമായി പിന്നീടാണ് ഇങ്ങനെ വീടുകളിൽ ചെയ്യാനുള്ള സ്ഥല സൗകര്യ കുറവ് വന്നപ്പോൾ ഇവിടെ അതിനുള്ള അന്വേഷിച്ച് ഇങ്ങനെ ഒരു ശ്മശാനം ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ആ ശ്മശാനത്തിൽ വന്ന് ചെയ്യാനായിട്ട് അവരെന്നെ ആളുകളെ കൊണ്ടുവരലും ചെയ്യലൊക്കെ ആയി. അങ്ങനെ ധാരാളം ആളുകൾ അത്യാവശ്യമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടുത്തെ പല ആളുകളും അതിനുവേണ്ടി സംവിധാനം ചെയ്യാനായിട്ട്, വ്യവസ്ഥ ചെയ്യാനൊക്കെ ആയിട്ട് അവർ തയ്യാറായതും ഇതിങ്ങനെ വിപുലീകരിക്കപ്പെട്ടത്. ഇവിടെ സൗകര്യങ്ങൾ കിട്ടണമെന്ന് കണ്ടപ്പോൾ പിന്നീട് ആംബുലൻസ് സൗകര്യമായി അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് വേറെ ബുദ്ധിമുട്ടില്ലല്ലോ, വീട്ടിൽ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. വീട്ടിൽ മരിച്ചു കഴിഞ്ഞു, ആ മുറ്റത്തെ ചടങ്ങ് കഴിഞ്ഞ് വണ്ടി കയറ്റി പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ വീട്ടിലൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ചെതവെടുക്കാനും അതിനുള്ള വിറകിനും അങ്ങനെയൊക്കെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വളരെ വലിയ റിസ്ക് ഉള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഐവർമഠത്തിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ അതിൻ്റെ പിതൃകർമ്മങ്ങളെല്ലാം ഇവിടെ നടക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ചെയ്താലും പിതൃകർമ്മം ചെയ്യാൻ ആദ്യം ഐവർമഠത്തിലേക്ക് വരണം. അങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ ഇപ്പോഴത്തെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ അറിയുന്ന ആളുകളും അപൂർവം തന്നെയാണ്. പൂർവികർ അറിയുന്ന ആളുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറി വന്നത് അങ്ങനെ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളൊരു സംവിധാനം ഇല്ല. അങ്ങനെ ഒരു അപ്പോൾ എന്നാൽ പല സമുദായക്കാരും അത് ചെയ്തു വരുന്നുണ്ട്. പുതിയ തലമുറ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് നിൽക്കാനും അവരുടെ ഒരു മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് അല്ല, അത് ഇതിപ്പോ ഈ പിതൃകർമ്മം പഠിച്ചിട്ട് അവൻ ഇവിടെ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവരുടെ വിദ്യാഭ്യാസം ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചിന്തിക്കുന്നൊരു തലമുറയാണ്.
മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായാലും കുടുംബത്തിലൊരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു കാർന്നരായിട്ട് ആളുണ്ടാവും, ആൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം, ആള് പറഞ്ഞതാണ് കാര്യങ്ങൾ, അത് നടക്കും. ഇന്നിപ്പോൾ അങ്ങനെ അറിയുന്നവർ കമ്മിയാണ്. അന്ന് ഐവർ മഠം അങ്ങനെ എന്തെങ്കിലും അവർക്ക് അറിയാമായിരുന്നോ? അതാ പറഞ്ഞതേ, ഇത് ഈ ഒരാള് തലമുറയായിട്ട് പറഞ്ഞു വന്നിട്ടുള്ളൊരു അറിവല്ലാതെ കണ്ട് ആധികാരികമായി ഇത് ഒരു പുരാണത്തിലുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ എന്തായാലും പാണ്ഡവന്മാര് പിന്നീട് എന്താ പറയാ, അവരുടെ ഈ യുദ്ധാനന്തരം അവര് അവിടുന്ന് തുടർന്നുള്ള ജീവിതത്തെ കുറിച്ചൊക്കെ പറയുന്ന ഇതൊക്കെ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ പറ്റും. അതേസമയം ഭാരതപ്പുഴയുടെ തീരത്ത് വന്നിട്ട് പിതൃകർമ്മം ചെയ്ത് സായുജ്യം വരുത്തി എന്ന ഒരു ഇത് നമുക്ക് മഹാഭാരതത്തിലോ മറ്റേതെങ്കിലും പുരാണങ്ങളിലോ കാണാൻ സാധ്യമല്ല. ഇവിടെ ഈ പ്രദേശത്ത് ഒരു സങ്കല്പം ആളുകൾ ഇങ്ങനെ തലമുറയായി പറഞ്ഞു വന്ന് അങ്ങനൊരു വിശ്വാസമാണ് ഉള്ളത്. അതായത് ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല, അതിൽ എവിടെയെങ്കിലും ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്? ഐതിഹ്യമാലയിലെ ഐവർ മഠം ഒരു പിതൃകർമ്മം ചെയ്യുന്ന കേന്ദ്രമാണെന്നും അതിങ്ങനെ തിരുവില്ലാമല പാമ്പാടി ദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലും പക്ഷേ പാണ്ഡവന്മാര് വന്ന് ചെയ്തു എന്നുള്ളൊരു അങ്ങനൊരു ഇത് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല, ഓർമ്മയിൽ വരുന്നില്ല. കർമ്മം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഇങ്ങനെ ഐവർ മഠം എന്നതിൽ സൂചിപ്പിച്ചത്. അതായത് ഐതിഹ്യമാലയിൽ സൂചിപ്പിച്ച പ്രദേശത്തിന്റെ പേരാണ്. ശരിക്കും ഈ പ്രദേശത്തിനെയാണ് ഐവർ മഠം എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് എന്താ വെച്ചാൽ എന്നാലും ഐവർ മഠം എന്ന് പേര് വരാൻ കാരണം എന്തെന്നെങ്കിലും ഈ ഐതിഹ്യമാലയിൽ പറഞ്ഞിട്ടില്ല. അതാണ് ഈ ഐവർ മഠം എന്ന് പറയുമ്പോൾ തന്നെ, ആദ്യം ഈ ഐവർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു നമ്മളുടെ ഒക്കെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ പാണ്ഡവന്മാര് 5 പേര്. അപ്പൊ അത് വെച്ചിട്ടൊരു കഥ. ഇതിന്റെ യാഥാർത്ഥ്യവശം എന്തെന്ന് അറിയണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഇതായി കിട്ടിയിട്ടില്ല. എല്ലാവരും അതുകൊണ്ട് ഐവർ മഠം പാണ്ഡവന്മാർ വന്ന് പിതൃകർമ്മം ചെയ്തു പോയ സ്ഥലം അങ്ങനെ പറഞ്ഞു വരുന്നു. അങ്ങനെയാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അത് പക്ഷെ പറഞ്ഞിട്ടുള്ള പുരാണങ്ങളിൽ ഞാനവിടെയും കണ്ടിട്ടില്ല. ഇനി അതിലും ഞാൻ അറിയാതെ കൊണ്ട് കിടക്കുമ്പോഴൊന്നും അറിയില്ല. ഇപ്പൊ പാണ്ഡവന്മാരെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് മഹാഭാരതം നോക്കി അറിയാൻ പറ്റും. പാണ്ഡവന്മാര് പിതൃകർമ്മം ചെയ്യാൻ പോയ പല സ്ഥലങ്ങളെ കുറിച്ചും അവര് പ്രായച്ചിത്തം ചെയ്തതും അങ്ങനെ പലതും നമുക്ക് മഹാഭാരതത്തിലൂടെ കാണാൻ കഴിയാം. അതിൽ പക്ഷെ ഈ ഭാരതപ്പുഴ തീരത്ത് വന്നു എന്നൊന്നും കണ്ടിട്ടില്ല. എന്നാലും ഇവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പഞ്ചപാണ്ഡവരെ കുറിച്ച് ഉള്ള സൂചനയാണ് എനിക്ക് ഇവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇപ്പോൾ നിലവിലുള്ള കഥ എങ്ങനെയാണ്? അല്ല, ഈ ഇവിടെ ഭാരതപ്പുഴയുടെ തീരത്ത് ഐവർ മഠം എന്ന് പറയുന്ന ഒരു പ്രദേശം, പാമ്പാടിയോട് ചേർന്ന് കിടക്കുന്ന ഐവർ മഠം എന്ന പ്രദേശം, ആ പ്രദേശം തിരുവില്ലാമല, അതിന്റെ അടുത്ത് തന്നെ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെ ഈ പ്രദേശത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം. അത് ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ അതിന് ക്ഷേത്രമായി രൂപീകരിച്ചിട്ട് അത്ര തന്നെ പഴക്കമുള്ളതായിട്ടൊന്നും അറിവില്ല. ഒരു കാവ് പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ നമ്മുടെ പൂർവികരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയുള്ളത്. ഇപ്പം അത് നല്ലൊരു ക്ഷേത്രം തന്നെയാണ്, ഗുരുവായൂർ ക്ഷേത്രം പോലെ തന്നെ നല്ല ഒരു ക്ഷേത്രം തന്നെയാണ്. അത് ആ ക്ഷേത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ട് പിതൃകർമ്മം ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ ചെയ്തു വരുന്ന സ്ഥലത്ത് പാണ്ഡവന്മാര് വന്നു പിതൃകർമ്മം ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായത് എന്നൊക്കെ ഒരു സങ്കല്പം വെച്ചിട്ടാണ് പിന്നെ ആ പൂർവികർ ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുള്ളത്. ആ ഒരു വിശ്വാസം ഇപ്പോഴും അതേപോലെ നിലനിൽക്കും. ഇപ്പൊ ഞാനൊക്കെ ജനിച്ച് എനിക്ക് ഓർമ്മ വരുന്ന കാലത്തെ ഐവർമഠം ശ്മശാനം എന്ന് പറയുമ്പോൾ പ്രശസ്തം തന്നെയാണ്. എന്നിരുന്നാലും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ മരിക്കുമ്പോൾ അപൂർവം ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കും. അല്ലാത്ത കേസൊക്കെ അവനവൻ്റെ വീട്ടിൽ തൊടിയിലൊക്കെ തന്നെയാണ് ചെയ്യാറ്. പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്ന അപൂർവം കേസുകളായിരുന്നു. മാറ്റം വരാനുള്ളൊരു കാര്യം ഉണ്ടായത് എന്താ വെച്ചാൽ, അത്രയും കാലം ഈ ഡെഡ് ബോഡി ആയിട്ട് വരുന്ന ആളുകൾ അവർ വിറകും എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് സംസ്കരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഇതുപോലെ പുറമേ നിന്ന് ആളുകൾ വരാൻ താല്പര്യം കാണിക്കണമെന്ന് കണ്ടപ്പോൾ ഇവിടെ അതിനു വേണ്ടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ചില ആളുകൾ വ്യവസ്ഥ ചെയ്തു കൊടുക്കും. ഇതുപോലെയുള്ള ചില കേന്ദ്രങ്ങളൊക്കെ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരു ഏജൻസികളായി പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ഇവിടെ വന്നാൽ ഈ ഏജൻസികളെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കിട്ടും, റിസ്ക് ഇല്ലാതെ കണ്ട് കാര്യങ്ങൾ നടന്നു കിട്ടുന്നൊരു അന്തരീക്ഷം വന്നപ്പോഴാണ് പുറമേ നിന്ന് ധാരാളം വരാൻ തുടങ്ങിയത്. 24 വർഷങ്ങൾക്ക് മുമ്പ്
ഈ ചിത ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളുമായിട്ടാണ് അവർ വന്നിരുന്നത്. അതാണ് ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് ഒരു ബോഡി വരികയാണെങ്കിലും ഒരാൾ മരിച്ച ബോഡി കൊണ്ട് വരികയാണെങ്കിലും അവര് എല്ലാ സെറ്റപ്പുമായിട്ട് എല്ലാം ആയിട്ടാണ് അവർ വന്നിരുന്നത്, ഇവിടെ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങനെ ഐവർമഠത്തുനിന്ന് അപ്പുറത്ത് തന്നെ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില ആളുകളൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ ആവശ്യപ്പെടും, ക്ഷേത്രത്തിൽ ആവശ്യപ്പെടും, ഇങ്ങനെ ചെയ്തു തരാൻ പറ്റിയ ആളുണ്ടോ എന്നൊക്കെ ആളുകൾ ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള വ്യവസ്ഥ ഇവിടെ 1-2 കേസ് അങ്ങനെ ചെയ്തു കൊടുത്ത് പിന്നീട് ക്രമേണ ഇതൊരു സൗകര്യം ചെയ്തു കൊടുത്ത ആളുകൾക്ക് കൂടുതൽ ഉപകാരമാവും എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് ചെയ്തു തുടങ്ങി. ഇപ്പൊ ഇവിടെ 7-8ഓളം ഏജൻസികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് വിപുലമായ രീതിയിൽ പുറത്തു പോയിട്ട് എല്ലാ ജില്ലകളിലും പോയിട്ട് ഓഫീസ് തുറന്ന് അവിടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ശവസംസ്കാരം വീട്ടിൽ വെച്ചോ അടുത്തുള്ള ശ്മശാനങ്ങളിലോ ചെയ്തു കൊടുക്കാനുള്ളൊരു ആ തരത്തിൽ വിപുലീകരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോഴും ഐവർമഠം എന്ന പേരിൽ ആണോ അവിടെ അവരെല്ലാവരും അത് എവിടെ പോയാലും ഐവർമഠം എന്നിട്ട് അതിനൊരു പേരുണ്ടാവും. നമ്മളുടെ ഐവർമഠം സേവാശ്രമം സായുജ്യം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ പുറത്ത് തുടങ്ങിയവരൊക്കെയും ഒന്നിലോ അവരുടെ സ്വന്തം പേര് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പേരുകളിലാണ് പിന്നീട് അത് അറിയപ്പെടുന്നത്. എന്തായാലും അതിന്റെ കൂട്ടത്തിൽ ഒരു ഐവർമഠം ഉണ്ട്. അതാണ് ഐവർമഠത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ദക്ഷിണ കാശി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചിന്തിച്ചു വരുന്നത്, അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കി വരുന്നത്. കാരണം കാശിയിലൊക്കെ നമുക്ക് ചെയ്ത് കിട്ടാവുന്ന തരത്തിലുള്ള എല്ലാ ഇതും ഈ പിതൃകർമ്മത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആളുകൾ ഇപ്പൊ ഇതിനെ ഒരു ദക്ഷിണ കാശി എന്നുള്ള നിലയ്ക്ക് അതൊന്ന്. പിന്നെ എന്താ വെച്ചാൽ ഈ പിതൃകർമ്മം കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആചാര്യന്മാരും ഉണ്ടായിരുന്നു. അവരും അതിന് തയ്യാറായി. ഇപ്പൊ അവരുടെ ശിഷ്യന്മാരാണ് ഇവിടെയുള്ളവരൊക്കെ. ധാരാളം ഇപ്പൊ നമുക്കവിടെ പുഴയിലിറങ്ങിയാൽ അവിടെ കാണാൻ കഴിയും. ധാരാളം ശിഷ്യന്മാരിരുന്ന് പിതൃകർമ്മം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ഒരു പരമ്പര. പക്ഷെ ഇവിടുത്തെ ചിട്ടയ്ക്കൊരു വ്യത്യാസമുണ്ട്. അത് പ്രത്യേകിച്ച് മരണാനന്തര ക്രിയകൾ എന്നൊക്കെ പറയുമ്പോൾ ഓരോരോ പ്രദേശത്ത് ഓരോ രീതികളാണ്, അല്ലെങ്കിൽ സമുദായാടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ വ്യത്യസ്ത രീതികളാണ്. ഇവിടെ എന്താ വെച്ചാൽ ഐവർമഠത്തിലത്തെ രീതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയാണ്.